നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ് CBSE ട്രയാങ്കിൾ എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഇൻവെർട്ടിഗർ PQ parallel to AC, PQ parallel to AC, and BP is equal to 4 centimeter, AP is equal to 2.4 centimeter, and BQ is equal to 5 centimeter. Then length of BC, we want to find length of BC. ഇവിടെ വന്നിരിക്കുന്നത് പേഴ്സ് തിയറം അല്ലെങ്കിൽ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന പാഠഭാഗത്തിൽ നിന്നാണ്, എന്ന സെക്ഷനിൽ നിന്ന്. അപ്പൊ നമുക്ക് ആദ്യം പരിശോധിക്കാം എന്താണ് പേഴ്സ് തിയറം പറയുന്നത് അല്ലെങ്കിൽ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ട്രയാങ്കിൾ നിങ്ങൾ വരച്ചാൽ ആ ട്രയാങ്കിൾ ഞാൻ പേര് കൊടുക്കുന്നു ABC. എന്ന ട്രയാങ്കിളിന് ഏതെങ്കിലും ഒരു വശത്തിന് AC ആയാലും AB ആയാലും BC ആയാലും ഏതെങ്കിലും ഒരു വശത്തിന് ഞാനൊരു ലൈൻ വരച്ചാൽ ഈ ലൈൻ ഡി എന്ന പോയിന്റിലും ഇ എന്ന പോയിന്റിലും മീറ്റ് ചെയ്യും. അപ്പൊ ഡി എന്ന് പറയുന്നത് ആർക്ക് പാരലാണ്? AB-ക്ക് പാരലാണ്. AB-ക്ക് പാരലായിട്ട് ഡി എന്ന ലൈൻ വരച്ചാൽ ആ ലൈൻ AC എന്ന ലൈനിൽ സൈഡിൽ ഡി എന്ന പോയിന്റിലും BC എന്ന സൈഡിൽ ഇ എന്ന പോയിന്റിലും നമുക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സൈഡിന്റെ നീളമായ CDN സൈഡിന്റെ നീളമാണ് CDN ഡിവൈഡഡ് ബൈ സിഡിയുടെയും ഡിയുടെയും റേഷ്യോ എന്ന് പറയുന്നത് ആർക്ക് തുല്യമായിരിക്കും? സിഡിയുടെയും ഇബിയുടെയും റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് പറയാം CD ഡിവൈഡഡ് ബൈ AD ഈസ് ഈക്വൽ ടു CE ഡിവൈഡഡ് ബൈ EB. ആ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും എന്നുള്ളതാണ് പേഴ്സ് തിയറം അല്ലെങ്കിൽ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത്. നമ്മൾ ആ രീതിയിൽ ഇപ്പൊ ആരൊക്കെയാണ്? PQ എന്ന് പറയുന്ന സൈഡ് ആർക്ക് പാരലാണ്? AC-ക്ക് പാരലാണ്. AC-ക്ക് പാരലാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? AP ഡിവൈഡഡ് ബൈ PB. AP ഡിവൈഡഡ് ബൈ PB എന്ന് പറയുന്നത് ആർക്ക് തുല്യമായിരിക്കും? CQ. ഇവിടെ AP എടുത്തുകൊണ്ട് നമ്മൾ CQ എടുക്കുന്നു. CQ ഡിവൈഡഡ് ബൈ QB-ക്ക് തുല്യമായിരിക്കും. അപ്പൊ AP എന്ന് പറയുന്നത് ഏതാണ് സൈഡ്? 2.4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 2.4 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ PB എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. 4 ഈസ് ഈക്വൽ ടു CQ എന്ന് പറയുന്നത് നമുക്കറിയില്ല, കണ്ടുപിടിക്കണം ആദ്യം. CQ ഡിവൈഡഡ് ബൈ QB. QB എന്ന് പറഞ്ഞാൽ 5. അപ്പൊ എന്താണ് CQ? CQ എന്ന് പറയുന്നത് 2.4 into 5 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, 2.4 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.6 കിട്ടും. 0.6 into 5 എന്ന് പറയുന്നതാണ് 3 ആണ്. അപ്പൊ CQ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ CQ നമുക്കിവിടെ എഴുതാം 3 സെന്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്? BC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ BC ഈസ് ഈക്വൽ ടു എന്താണ്? CQ പ്ലസ് QB ആണ്. CQ-യുടെയും QB-യുടെയും കൂട്ടുമ്പോഴാണ് നമുക്ക് BC കിട്ടുന്നത്. CQ നമ്മൾ കണ്ടുപിടിച്ച് 3 സെന്റിമീറ്റർ, QB തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. അപ്പൊ ടോട്ടൽ എത്ര സെന്റിമീറ്റർ ആയി? 8 സെന്റിമീറ്റർ ആയി. ഇതാണ് നമ്മുടെ ചോദ്യത്തിലുള്ള ഉത്തരം. ഈ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.